നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അച്ചമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയും പോവാനായിട്ട് ഒരുങ്ങണം. അമ്മേ ഞാൻ പോട്ടെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷും ശ്രീജ എല്ലാവരും അമ്പരന്ന് പോയി. അപ്പോഴേക്ക് ശ്രീജ ചോദിച്ചു, വേദ നീ എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ? ഞാൻ പോവാ ശ്രീജി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. അപ്പം വേദ നേരത്തെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദ ബാഗ് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും മാഷ് ചോദിച്ചു, അല്ല വേദ നീ ഇത് എവിടേക്കാ പോണേ? നിന്റെ ഈ പോക്ക് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ വരാനുള്ള വരവാന്ന് തോന്നില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല അച്ഛാ, എനിക്ക് പോണമെന്ന് പറയണം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ആരുടെ സപ്പോർട്ടില്ലാതെ അല്ലേ, അതുപോലെ തന്നെ പോന്നും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒറ്റയ്ക്കല്ലേ വന്നത്, പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. കമല പറഞ്ഞു, മോളെ വേദ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഡേ നമുക്ക് എന്തിനു വേദന പരിഹാരം ഉണ്ടാക്കാം. അവനൊന്ന് വന്നോട്ടെ, അവൻ മല ചവിട്ടി വന്നോട്ടെ, നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം. ഈ അമ്മയല്ലേ ഉറപ്പ് തരുന്നേ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു, പക്ഷേ എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നേരെ ആവുമെന്ന് കരുതിയിരുന്നു. പക്ഷെ നേരെ ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ശ്രീജ പറഞ്ഞു, എന്തൊക്കെയാ വേദ നീ പറയണേ? ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്, അതുകൊണ്ടാണോ നീ മാറിപ്പോയി കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ കാര്യം? വിക്രമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിക്രം വന്നു കഴിയുമ്പോൾ ഞാൻ സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞ വിക്രം അനുസരിക്കും. ആ ശ്രീനിവാസന്റെ കാര്യത്തിലല്ലേ നീ ഇത്ര വിഷമിക്കണേ? അയാളെ പോയി കണ്ട് ഞങ്ങളൊക്കെ സംസാരിക്കാം. ഇനി വിക്രത്തിനെ അയാളുടെ അടുത്തേക്ക് വിടത്തില്ല. നീ പോവരുത്. നീ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് സ്ഥിതി എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അതെ വേദ നീ പോവരുത്. നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായത്. എനിക്ക് ശ്രീജയ്ക്കും ഒരു തൊഴിലുണ്ടായത്, ഈ കുടുംബം ഇത്ര മെച്ചപ്പെട്ട് വന്നത്. അത് കേട്ടതും മാഷ് പറഞ്ഞു, അത് മാത്രമല്ല വിക്രം നിരപരാധിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് നീ വന്നതിന് ശേഷമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ. എല്ലാവർക്കും പുരോഗമനം ഉണ്ടായി, പക്ഷെ വിക്രത്തിന് മാത്രം ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വിക്രത്തെ ഞാൻ നിർബന്ധിച്ചാണ് മാലയിടിച്ചേ. ആ മാലയിട്ട ദിവസങ്ങൾ മാത്രം വിക്രം അടങ്ങി ഒതുങ്ങിയിരുന്നു. വിക്രം ഇന്ന് ശബരിമലയ്ക്ക് പോയിട്ട് വരും, പതിവ് പോലെ തന്നെ വീണ്ടും തുടങ്ങും. അതുകൊണ്ട് എനിക്കതിനൊട്ടും താല്പര്യമില്ലമ്മേ. ഞാൻ തോറ്റുപോയിക്കൊണ്ടിരിക്കുക, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. നന്ദിനിക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ഭയങ്കര സന്തോഷം നന്ദിനിക്ക്. എന്നാലും പുറമേ നന്ദിനി അത് കാണിച്ചില്ല. നന്ദിനി പറഞ്ഞു, എന്നാലും വേദേ നീ എന്തിനാ പോണേ? പോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നിനക്ക് ഇവിടെ നിന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടപ്പം വേദ പറഞ്ഞു, നന്ദിനി അടുത്തൊരു ഉള്ളിൽ സന്തോഷം അതെനിക്കറിയാം. പുറമെ എന്നോടിങ്ങനെ സങ്കടം അഭിനയിച്ച് സംസാരിക്കുന്ന, അയ്യോ വേദേ നീ അങ്ങനൊന്നും പറയല്ലേ. കാരണം എനിക്ക് നിന്നോട് കുറച്ച് അസൂയം കുശുമ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നീ വീട് വിട്ടു പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞത് എന്ത് തന്നെ ആയാലും ആയിക്കോട്ടെ. ഇനിയിപ്പം ഞാൻ കാരണം നന്ദിനി അടുത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമലയ്ക്ക് സങ്കടമായി. കമല പറഞ്ഞു, വിക്രം വരുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? അവൻ അറിയുമ്പം അവന് സഹിക്കില്ല. ഒരു പക്ഷേങ്കിൽ നീ ആദ്യം കയറി വന്നു കഴിഞ്ഞപ്പം എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഞാൻ കണ്ടത്. നിന്നെ അങ്ങനെ ഞാൻ സ്നേഹിച്ചേ. നീ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കമല അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിന് തക്കതായ ഒരു കാരണം കാണും. ഒരു കാരണമില്ലാതെ നീ വീട് വിട്ട് പോകത്തില്ല വേദേ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, എന്നെങ്കിലും ഒരു സമയത്ത് നീ വീട് വിട്ടു പോയതിൻ്റെ കാരണം ഞാൻ അറിയും. അങ്ങനെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിന്നെ കാണാനായിട്ട് ഞാൻ വരും. നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ വരുമെന്ന് പറയണം. മാഷിനും ഭയങ്കര സങ്കടമാണ്, നെഞ്ച് പൊട്ടുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. അങ്ങനെ വേദ ഇറങ്ങുമ്പോഴത്തേന് ശ്രീജ കിടന്ന് പൊട്ടിക്കരയാണ്. ശ്രീജയ്ക്കും ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീട് മുറിയിലേക്ക് കയറിപ്പോയി ശ്രീജ കരയുന്ന സമയത്ത് വിശ്വം വന്നിട്ട് ചോദിച്ചു, അല്ല വേദയ്ക്ക് ഇത് എന്ത് പറ്റിയതാ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല വിശ്വേട്ടാ. അച്ഛനെ കാണാതായത് മുതൽ വേദ ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ഞാനും അമ്മയൊക്കെ മാറി മാറി ചോദിച്ചു. പക്ഷെ വേദ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ശ്രീനിവാസന്റെ കാര്യം ഓർത്തിട്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വിശ്വം പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെയാൻ വഴിയില്ല. ഇത് വേറെന്തോ കാര്യമാണ് ശ്രീജയ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനെ കാണാൻ പോയത് മുതലാണെങ്കിൽ വേറെന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വേദ ഈ വീട് വിട്ടു പോകുമെന്ന് തോന്നുന്നുണ്ടോ? വേദ അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരാളാണ്. വിക്രം ശ്രീനിവാസന്റെ പിടിയിലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ ശ്രമിക്കും. ഇത്രയും കാലം അങ്ങനെയല്ലേ?
ഇപ്പൊ വിക്രത്തിന് നല്ല മാറ്റമുണ്ട്. അപ്പൊ പിന്നെ വേദ വീട് വിട്ട് പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. ആ സമയം കമല മുറിയിൽ പോയി കരയുവാണ്. മാഷ് അങ്ങോട്ട് ചെന്നു. മാഷ് എന്നിട്ട് പറഞ്ഞു, കരയണ്ട കമലേ, നീ കരഞ്ഞോണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാലും മാഷേ, ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോന്ന് ചോദിച്ചു. സാരമില്ല, അവളുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടൊരു സങ്കടമുണ്ട്. അത് മാറിക്കുമ്പോൾ അവളിങ്ങോട്ട് വരും. അല്ലെങ്കിലോ അവൾ പോയതിന്റെ കാരണം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാം. വിക്രം വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടേ? അവനോട് എന്താ പറയണ്ടേ? അവൻ വന്നിട്ട് പോവുമായിരുന്നെങ്കിലോ? മാഷ് പറഞ്ഞു, ഒരുപക്ഷെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ കാരണം ചോദിക്കും. അവന്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാനായിട്ട് അവൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമലെ. അതുകൊണ്ടാണ് വേദ പോയത്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കമലയ്ക്കും അത് അങ്ങനെയാന്ന് തോന്നി. വിക്രം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണോ അവൾ പോയെ എന്നൊരു ചിന്തയൊക്കെ കമലയുടെ മനസ്സിലുണ്ട്. ഇതേസമയം ഭയങ്കര സന്തോഷത്തിലാണ് നന്ദിനി മുറിയിൽ. വിനായകൻ വന്നു കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, ഓഹ് എൻ്റെ ദൈവമേ, ദൈവങ്ങൾക്ക് ഇത്ര ശക്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താടി, വേദ പോയതിന് സന്തോഷമാണോ നിനക്ക്? പിന്നല്ലേ എടി, നീ ഒരു പെണ്ണാണോ? ഒരു ഭാര്യയാണോ? ഒരു കുടുംബം തകർന്നു പോവല്ലേ ചെയ്തേ. പിന്നെ കുടുംബം തകർന്നു പോയത് പോലും. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഭാര്യയായിട്ടാ. അവൾ പോയാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് അവൾ പോയില്ല. ഇപ്പോഴെനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോട് കൂടിയിട്ട് വിനായകൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും പുര കത്തമ്മൻ തന്നെ വാഴ വിട്ടുന്ന സ്വഭാവമാണല്ലോ നിനക്ക്. ഇത്രയെങ്കിലും നാണോടെ നീ നിനക്ക് പറയോടി എന്നൊക്കെ ചോദിച്ചിട്ട് വിനായകൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് വേദ വീട്ടിലേക്ക് ചെല്ലുവാണ്. വേദ ചെല്ലുന്ന കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പത്മയാണ് ഇറങ്ങി വന്നത്. മോളോ, ഇതെന്താ മോളെ ബാക്കിയായിട്ട്? അല്ല, വിക്രം മലയ്ക്ക് പോയതുകൊണ്ട് വന്നാണോ എന്നൊക്കെ ചോദിക്കണം. പത്മത്തിന് മനസ്സിലായില്ല വേദ അവിടെ നിൽക്കാൻ വന്നാന്ന്. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇനി ഞാനിവിടെ കാണുമേന്ന് പറയാണ്. ഇവിടെ കാണുമെന്നോ? ഇതെന്ത് പറ്റി? അതെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ മുറിയിലൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. വേദയുടെ മുറിയിലേക്ക് കയറി പോവാം. അപ്പോഴേക്കും പത്മ സന്തോഷത്തോടുകൂടി നേരെ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതേ മോള് വന്നിട്ടുണ്ടെന്ന് പറയണം. ആര്? വേദ. അവള് വന്നെന്നോ? അതെ ശങ്കരേട്ടാ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് തോന്നേ. വിക്രം മലയ്ക്ക് പോയിരിക്കുമല്ലേ, ആ സമയത്ത് തന്നെ അവള് പോകുന്ന എന്താണെന്ന് അറിയത്തില്ല. അവളുടെ കയ്യിലൊരു ബാഗുണ്ട്. ഇനിയിപ്പോൾ അവൾ ഇവിടെ തന്നെ നിൽക്കാൻ വന്നാണോ? പിന്നെ അവളല്ലായിരിക്കണം. അവൾ അങ്ങനെ വന്ന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പത്മ? വരവൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ ശങ്കരേട്ടാ തോന്നേ. അവൾ അവിടെ നിൽക്കാൻ വന്ന പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് പറയുകയും ചെയ്തു അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അപ്പോഴേക്ക് ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. വേദ വന്ന കാര്യം ശ്രീകാന്ത് അറിഞ്ഞു. ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. ശ്രീകാന്ത് അപ്പത്തിനും മാറി എന്ന് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. അവൻ മലയ്ക്ക് പോയ സമയത്ത് തന്നെ വേദയും എത്തിയിട്ടുണ്ടെന്ന് പറയണം. അല്ല, നീ അവളോട് സംസാരിച്ചോ? സംസാരിച്ചില്ല, സംസാരിക്കണമെന്ന് പറയണം. എങ്കിൽ ശരി, നീ സംസാരിക്കാൻ പറയണം. അങ്ങനെ ശ്രീകാന്ത് നേരെ വേദയുടെ മുറിയിലേക്ക് വന്നു. പിന്നീട് പറഞ്ഞു, എന്നാലും നീ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഞാൻ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശ്രീയേട്ടാ, അതുകൊണ്ട് മാത്രം. എന്താണെങ്കിലും നിനക്ക് ബുദ്ധിയും ബോധമുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നു. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഞാൻ പേടിച്ചുകൊണ്ടൊന്നും അല്ല വന്നത്, അറിയാലോ. ഇനി ഞാൻ കാരണം അവിടെ ആ കുടുംബത്തിലൊരു പ്രശ്നവും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് മാത്രം. പക്ഷേ ശ്രീയേട്ടൻ മനസ്സ് വിചാരിച്ചോ, എന്നെങ്കിലും വിക്രം ഇതൊക്കെ അറിയുന്നൊരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ശ്രീയേട്ടൻ്റെ കഷ്ടകാലം ഒന്ന് കരുതിയാൽ മതി. പിന്നെ അവനറിയാനാണ് പോലും. അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് കിട്ടാൻ പോകുന്ന വക്കീൽ നോട്ടീസ് ആയിരിക്കും കിട്ടാൻ പോകുന്ന, ഡിവോഴ്സ് നോട്ടീസ്. അത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ഒതുക്കുമായിരിക്കും എന്ന് പറയണം. അധികം വൈകാതെ നിങ്ങൾ തമ്മിലൊരു ഡിവോഴ്സ് നടക്കും. പിന്നെ എന്താ എന്ന് ചോദിക്കണം. അത് കേട്ട വേദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. വേദ ഒന്നും മിണ്ടിയില്ല. ശ്രീകാന്തും കൊണ്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപ്തി വന്നപ്പോഴാണ് വേദയെ കാണുന്നത്. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ദീപ്തി പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദയെ. ഇതെന്ത് പറ്റി വേദയേച്ചി? എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ശ്രീയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദ ചേച്ചി ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷെ ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത്? വിക്രം ചേട്ടനുമായിട്ട് നല്ല സന്തോഷത്തിലാണല്ലോ കഴിഞ്ഞത്. അല്ല, വിക്രം ചേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറയണം. പിന്നെ എന്തിനാ വിക്രം ചേട്ടൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി ചേച്ചി ഇങ്ങോട്ട് പോന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. സത്യം പറ, എന്തോ കാര്യമായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം, നീ ഒന്ന് പോകാവോ ദീപ്തി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദീപ്തിയോട് ദേഷ്യപ്പെടുവാണ്. ദീപ്തിക്ക് മനസ്സിലായി എന്തോ രഹസ്യം വേദ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊന്നും പാവം വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. വിക്രം അങ്ങനെയൊന്ന് വൈകുന്നേരം മാല ചവിട്ടി വീട്ടിലേക്ക് തിരികെ വരുക. ഭയങ്കര സന്തോഷത്തോടെ വരുന്നേ. അങ്ങനെ വീട്ടിലേക്ക് വന്നു. മാലയൊക്കെ ഊരിയിട്ട് അങ്ങനെ പ്രസാദം കാര്യങ്ങളൊക്കെ കമലയുടെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവരുടെ മുഖത്തൊരു സങ്കടമാണ്, സന്തോഷമൊന്നും കാണുന്നില്ല. പോരാത്തിന് വേദയും കാണുന്നില്ല.
വിക്രം നേരെ മുറിയിലേക്ക് വന്നു. മുറി കാണുമെന്ന് ഓർത്തുണ്ട്. പക്ഷെ അവിടെ എങ്ങും വേദയെ കണ്ടില്ല. അപ്പോഴത്തേനും വിക്രത്തിന് ആകപ്പാടെ ഒരു ടെൻഷനായി. വിക്രം വന്നിട്ട് കമലയോട് ചോദിച്ചു, അല്ലമ്മേ വേദ എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, അവള് പോയെന്ന് പറയണം. കമല രൂക്ഷമായിട്ട് നന്ദിനിയെ നോക്കുകയാണ്. പോയോ എങ്ങോട്ടെ? എടാ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി, ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന്. അത് കേട്ടതും വിക്രം ഒരു ഞെട്ടലോട് കൂടിയിട്ട് കമലേനെയൊക്കെ നോക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റാതെ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം വെറുതെ ഇരിക്കില്ല. വിക്രം വേദയെ വിളിക്കാണ്ട് ചെല്ലുക തന്നെ ചെയ്യും. വിക്രത്തിന് കാര്യങ്ങൾ അറിയണമല്ലോ, സത്യാവസ്ഥ അറിയണമല്ലോ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.